കേരളത്തിൽ വികസനം നടപ്പിലാകണമെങ്കിൽ ബി.ജെ.പി. സർക്കാർ ഭരണത്തിൽ വരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഭരണ നേട്ടം മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കും. സംസ്ഥാന സർക്കാർ തൃശൂരിനോട് വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ജനങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വികസനം നടപ്പിലാകണമെങ്കിൽ ബി.ജെ.പി. ഭരണത്തിൽ വരണം. മറ്റു സംസ്ഥാനങ്ങളിലെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ വികസനം നാം നോക്കിക്കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷയല്ല, പ്രാർത്ഥനയാണ്. ജനങ്ങളോട് പ്രാർത്ഥനയാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു. തമിഴ്നാടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തും കേട്ടോ. അവർക്ക് അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി.ജെ.പി. സർക്കാർ അല്ലെങ്കിൽ ബി.ജെ.പി. ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം. സെൻട്രൽ ഫോറൻസിക്കിനായി തൃശൂരിൽ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. പകരം 25 ഏക്കറിലുള്ള മറ്റൊരു പദ്ധതി കൊണ്ടുവരുമെന്നും തൃശൂരിനോട് വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഫോറൻസിക് ലാബിൻ്റെത് ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടി പറഞ്ഞിരുന്നത് കേരള സ്റ്റേറ്റിന് തൃശ്ശൂർ തരാൻ സ്ഥലമില്ല എന്നറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് അത് പോകുമെന്ന് വന്നപ്പോൾ തിരുവനന്തപുരവും എൻ്റെ രാജ്യമായതുകൊണ്ട് എനിക്കത് എതിർക്കാൻ വയ്യ. അത് തിരുവനന്തപുരത്ത് വരും. പക്ഷേ തൃശ്ശൂർക്ക് ഇനി ആവശ്യപ്പെടുന്നത് 25 ഏക്കർ ലാൻഡാണ്. അവിടെ വലിയൊരു പ്രോജക്റ്റ് വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമോ പാലക്കാട്ടെ വിഷയമോ താൻ ഉന്നയിച്ചിട്ടില്ല. തിരുവനന്തപുരം തിലകമണിയുമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നു. മറ്റു വിഷയങ്ങൾ പറയുവാനുള്ള ആളുകൾ പറയും. അതൊരു കാരണമായി എടുക്കരുതെന്നും ഒരു പാഠമായിരിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സന്ദർശനത്തിനിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ജനം, കൊല്ലം.